നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 2 ദിവസം മുൻപ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു 48 മണിക്കൂർ ഇറാന് നൽകും, അതിനുള്ളിൽ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി സ്വതന്ത്രമാക്കണം. അതല്ല എങ്കിൽ ഇറാനിലെ ഊർജ്ജ കേന്ദ്രങ്ങൾ തങ്ങൾ ആക്രമിക്കുമെന്നാണ് ട്രംപ് ഭയപ്പെടുത്തിയത്. 48 മണിക്കൂർ സമയം അവസാനിക്കുന്നതിന് തൊട്ടു മുൻപ് ഇത് അമേരിക്ക പറയുന്നു, ഇറാനുമായി ഞങ്ങൾ ഒരു വെടിനിർത്തൽ കരാറിലെത്തിയിരിക്കുന്നു. ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം തങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നു. 5 ദിവസ ഇടവേളയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നതെന്ന ട്രംപിന്റെ പ്രഖ്യാപനം. തൊട്ടുപിന്നാലെ നമ്മൾ കേൾക്കുന്നത് ഇറാനിൽ നിന്നുള്ള ചില പ്രസ്താവനകളാണ്. അതിനു പിന്നാലെ ഇറാൻ ഇസ്രായേലിന് നേർക്ക് അതിശക്തമായ മിസൈൽ ആക്രമണങ്ങൾ തുടർന്നു. എന്താണ് സംഭവിക്കുന്നത് എന്നുപോലും മനസ്സിലാവാതെ ലോകം നിസ്സംഗതയോടെ നോക്കി നിൽക്കുന്നു. ഇറാനുമായി ഒരു കരാർ ഉണ്ടാക്കി എന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തെ നിഷേധിച്ചുകൊണ്ട് ഇറാൻ ഇതിനിടയിൽ രംഗത്തെത്തി. US-ൽ നിന്ന് ചില സന്ദേശങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചു, അവ അവലോകനം ചെയ്യുകയാണ് എന്ന് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഇറാൻ US സംഘർഷം കുറയ്ക്കാൻ തുർക്കി, ഈജിപ്ത്, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ മധ്യസ്ഥ ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി. ഇപ്പോഴിതാ മധ്യസ്ഥർ വഴി US-ൽ നിന്ന് തങ്ങൾക്ക് ചില മെസ്സേജുകൾ ലഭിച്ചുവെന്നാണ് ഇറാൻ പറയുന്നത്. ഊർജ്ജ പശ്ചാത്തല മേഖലകൾക്കും കപ്പൽ ഗതാഗതത്തിനും നേരെയുള്ള ആക്രമണങ്ങൾ ഒഴിവാക്കാനാണ് വിഷയത്തിൽ ഇടപെട്ട് ഈജിപ്തും തുർക്കിയും മധ്യസ്ഥരായി പ്രവർത്തിക്കുന്നത്. മേഖലയിലൊരു ഊർജ്ജ ദുരന്തം ഒഴിവാക്കുകയാണ് ഈ രാജ്യങ്ങളുടെ ലക്ഷ്യം. ഒരു ഊർജ്ജ ദുരന്തം സംഭവിച്ചാൽ അത് ലോകത്തിന് താങ്ങാൻ കഴിയില്ല എന്നാണ് ഈ മധ്യസ്ഥ രാജ്യങ്ങൾ പറയുന്നത്. US-ഉം ഇറാനും തമ്മിലുള്ള സന്ദേശങ്ങൾ കൈമാറിയോ എന്നതിനെക്കുറിച്ച് തുർക്കി വിദേശകാര്യ മന്ത്രാലയം എന്തെങ്കിലും പ്രസ്താവന നടത്താൻ വിസമ്മതിച്ചു. സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തങ്ങൾ തുടരുന്നു എന്ന് തുർക്കി പറയുന്നുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ തുടരവെ അപ്രതീക്ഷിതമായി ഇറാന്റെ രൂക്ഷ ആക്രമണം. മിഡിൽ ഈസ്റ്റിലെ ചില രാജ്യങ്ങൾക്കും ഇസ്രായേലിനും നേരെ ഇറാൻ ലക്ഷ്യം വെച്ചതോടെ അതിശക്തമായി ഇസ്രായേൽ തിരിച്ചടിച്ചു. ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇക്കുറി ആക്രമണം. അമേരിക്കൻ അവകാശവാദങ്ങളെ തള്ളിക്കൊണ്ട് ഇറാൻ സ്പീക്കർ മുഹമ്മദ് ഖബർ ഖാലിബാഫ് രംഗത്തെത്തിയിരുന്നു. നേരിട്ടുള്ള ഒരുവിധ ചർച്ചകളും നടന്നിട്ടില്ല എന്നാണ് സ്പീക്കർ പറഞ്ഞത്. എണ്ണ വിപണിയെയും സാമ്പത്തിക വിപണിയെയും സ്വാധീനിക്കാനുള്ള അമേരിക്കയുടെ വ്യാജ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇറാനുമായി ഒരുവിധ ഒത്തുതീർപ്പുകളിലും എത്തിയില്ല. അമേരിക്കയും ഇസ്രയേലും കുടുങ്ങിക്കിടക്കുന്ന ചതുപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമാണിത് എന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു. പശ്ചിമേഷ്യയിലെ നയതന്ത്ര നീക്കങ്ങൾ ആഗോള വിപണിയിൽ ഇപ്പോൾ വലിയ ആശ്വാസമാണ് നൽകിയിരിക്കുന്നത്. ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചു എന്ന ട്രംപിന്റെ പ്രസ്താവനയോടെ അന്താരാഷ്ട്ര എണ്ണവില കുത്തനെയിടിച്ച് ബാരലിന് $100 എന്ന നിലയിലെത്തി. യുദ്ധം താൽക്കാലികമായെങ്കിലും അവസാനിപ്പിക്കാൻ അമേരിക്കയെ പ്രേരിപ്പിച്ചത് ഊർജ്ജ പ്രതിസന്ധി തന്നെ. ഊർജ്ജ ദുരന്തം ചിലർ പ്രവചിച്ചു. മറുവശത്ത് ഇറാൻ അറ്റകൈ എന്ന നിലയിൽ ഒരു ഡേർട്ടി ബോംബ് പ്രയോഗിക്കുമെന്ന വാർത്തകൾ. അമേരിക്കൻ ഇന്റലിജൻസ് തന്നെയാണ് ഇത്തരമൊരു മുന്നറിയിപ്പ് നൽകിയത്. ഇത് US-നെ ആശങ്കയിലാഴ്ത്തി. കൈവിട്ടുപോയ ഒരു യുദ്ധത്തിൽ ഏറ്റവും മാരകമായ ഡേർട്ടി ബോംബ് ഇറാൻ പ്രയോഗിച്ചാൽ അത് താങ്ങാവുന്നതിലും അധികമായിരിക്കും അമേരിക്കൻ സഖ്യരാജ്യങ്ങൾക്ക്. ആണവായുധമല്ല, മറിച്ച് ഡൈനാമിറ്റ് പോലുള്ള സ്ഫോടക വസ്തുക്കളിലേക്ക് ആണവ വികിരണശേഷിയുള്ള പൗഡറുകളോ തരികളോ കലർത്തുന്നതാണ് ഡേർട്ടി ബോംബ്. ഈ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കുമ്പോൾ സ്ഫോടനത്തിനൊപ്പം ആണവ വികിരണശേഷിയുള്ള വസ്തുക്കളും സമീപ പ്രദേശങ്ങളിലേക്ക് തെറിക്കും. ഈ സ്ഥലങ്ങൾ ആണവ മാലിന്യ സ്ഥലങ്ങളായി മാറും. സാധാരണ ഒരു ബോംബ് തന്നെയാണിത്. അതുകൊണ്ട് തന്നെ സ്ഫോടനത്തിൽ ഉയർന്ന അളവിൽ ആളുകൾ കൊല്ലപ്പെടില്ല. ഡേർട്ടി ബോംബ് ഒരു നഗരത്തിൽ വീണാൽ ആ നഗരത്തിലെ പല മേഖലകളിലേക്ക് ആണവ മാലിന്യം കടന്നു ചെല്ലും. പെട്ടെന്ന് ഒരു നഗരത്തിലെ ആൾക്കൂട്ടത്തെ മുഴുവൻ ഒഴിപ്പിക്കേണ്ടതായി വരും. ഇത് വലിയ തലവേദനയാണ് ഉയർത്തുന്നത്. വലിയ പരിഭ്രാന്തി ലോകത്തിൽ പടരും. അതിമാരകമായി ഇറാനെ ആക്രമിച്ചിട്ടും അവർ ഇപ്പോഴും പ്രത്യാക്രമണം നടത്തുന്നതാണ് മറുവശത്ത് ട്രംപിനെ കൂടുതൽ ആശങ്കയിലാഴ്ത്തിയത്. ദീർഘദൂര മിസൈലുകൾ ഒരുപക്ഷെ യൂറോപ്പിലേക്ക് വരെ എത്താൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ്. വിദേശത്ത് സ്ലീപ്പർ സെല്ലുകളുടെ തീവ്രവാദ ആക്രമണങ്ങൾ ശക്തിപ്പെടുത്താനുള്ള ഇറാന്റെ നീക്കം. US ഉദ്യോഗസ്ഥർ എൻക്രിപ്റ്റ് ചെയ്ത സന്ദേശങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും പിടിച്ചെടുത്തു. മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവിടങ്ങളിലെ ഇറാൻ സ്ലീപ്പർ സെല്ലുകളെ ഉപയോഗിച്ച് തീവ്രവാദ ആക്രമണങ്ങൾക്ക് ഇറാൻ കൂപ്പുകൂട്ടിയിരുന്നു. മിഡിൽ ഈസ്റ്റിലുടനീളമുള്ള ഊർജ്ജ പ്ലാന്റുകൾ
ശുദ്ധജല ക്രമീകരണ യൂണിറ്റുകൾ എന്നിവയ്ക്ക് നേരെ ഇറാൻ ആക്രമണം നടത്താനുള്ള സാധ്യത നിലനിൽക്കുന്നു. ഊർജ്ജ പ്ലാന്റുകൾക്ക് നേരെയോ ഉപ്പുവെള്ള നിർവീര്യമാക്കൽ യൂണിറ്റുകൾക്ക് നേരെയോ ആക്രമണം നടത്തിയാൽ സാധാരണ ജനജീവിതം താറുമാറാകും. മറുവശത്ത് ചെങ്കടലിലും ഏദൻ ഉൾക്കടലിലുമൊക്കെ ഹൂതികൾ ശക്തമായ ഉപരോധത്തിന് തയ്യാറെടുക്കുന്നു. ഹോർമുസ് കടലിടുക്ക് വീണ്ടെടുക്കണമെങ്കിൽ അതിശക്തമായ ആക്രമണത്തിലേക്ക് തിരിയണം എന്ന വാസ്തവവും അമേരിക്ക മനസ്സിലാക്കി. ചുരുക്കത്തിൽ ഇറാനെതിരെയുള്ള യുദ്ധം ഒന്ന് പോസ് ചെയ്യാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുമാനമെടുത്തു. ഇസ്രയേലിനും ഇതിനോട് അനുകൂല മനോഭാവമാണ് പ്രകടിപ്പിച്ചത്. എന്നാൽ ഇറാൻ രാത്രിയോടെ ഇസ്രായേലിനെതിരെ അതിരൂക്ഷ ആക്രമണങ്ങൾ തൊടുത്തു. ഇതോടെ ഇസ്രായേൽ വീണ്ടും കോപാകുലരായി ആക്രമണത്തിനിറങ്ങി. ഇന്നലെ രാത്രി കുവൈറ്റിലേക്കും സൗദി അറേബ്യയിലേക്കും വീണ്ടും മിസൈലുകൾ വിക്ഷേപിച്ചിരുന്നു ഇറാനിൽ നിന്ന്. ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, ഇറാൻ ഭരണകൂടവുമായി ഇപ്പോൾ IRGCയുടെ ഉന്നത കമാൻഡർമാർക്ക് യാതൊരുവിധ ഏകോപനവുമില്ല. കൈവിട്ട പട്ടം എന്നതുപോലെ IRGC ഒറ്റതിരിഞ്ഞ ആക്രമണങ്ങൾ തുടരുന്നു. ഭരണകൂടം അവർക്ക് ബോധ്യപ്പെടുന്നില്ല. ട്രംപിന്റെ ഇന്നലത്തെ മാറ്റത്തെ കെയർ സ്റ്റാമർ ഉൾപ്പെടെ നിരവധി നേതാക്കൾ സ്വാഗതം ചെയ്തു. ഇതുവരെ യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ. യാതൊരു വിധത്തിലും ട്രംപിന് അനുകൂല മനോഭാവവുമായി എത്തുന്നില്ല നാറ്റോ സഖ്യരാജ്യങ്ങൾ. നിരവധി സമ്മർദ്ദ തന്ത്രങ്ങൾ ഇതിനിടയിൽ ട്രംപ് ഇറാന് നേർക്ക് പുറത്തെടുത്തിരുന്നു. എന്നാൽ അതൊന്നും അത്ര കണ്ട് വിജയിച്ചില്ല. ആക്രമിച്ച് തകർക്കാൻ അത്ര എളുപ്പമല്ല എന്ന തിരിച്ചറിവാണ് ഇപ്പോൾ താൽക്കാലിക വെടിനിർത്തലിലെത്താൻ ട്രംപിനെ പ്രേരിപ്പിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് യുദ്ധം താൽക്കാലികമായി നിർത്തിവെക്കുന്നു എന്നറിയിച്ചിട്ടും ഇറാൻ എന്തുകൊണ്ടാണ് ഇസ്രായേലിന് നേർക്ക് ഇപ്പോൾ രൂക്ഷമായ ആക്രമണങ്ങൾ നടത്തുന്നത്? ടെൽ അവീവിൽ ഏകദേശം 6 പേർക്ക് പരിക്കേറ്റു. 100 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ വഹിച്ചുകൊണ്ടുള്ള മിസൈലാണ് സെൻട്രൽ ടെൽ അവീവിൽ പതിച്ചത്. കെട്ടിടങ്ങൾക്കും വാഹനങ്ങൾക്കുമൊക്കെ കനത്ത നാശനഷ്ടമുണ്ടായി. ഇറാനെതിരെയുള്ള പോരാട്ടത്തിൽ സൗദി അറേബ്യയും UAEയും യുദ്ധമുന്നണിക്കൊപ്പം ചേരുന്നു എന്ന വാർത്തകൾ പുറത്തുവരുന്നതിനിടയിലായിരുന്നു ട്രംപിന്റെ അപ്രതീക്ഷിതമായ പ്രഖ്യാപനം. എന്നാൽ ഇതിനുശേഷവും എന്തുകൊണ്ട് ഇറാനിൽ നിന്ന് മിസൈൽ ആക്രമണങ്ങൾ തുടരുന്നു? അതാണ് ഇസ്രയേലിനെയും അമേരിക്കയെയും വീണ്ടും കുഴപ്പിക്കുന്നത്. തെക്കൻ ഇസ്രയേലിൽ ഇറാനിയൻ മിസൈൽ ആക്രമണമുണ്ടായി. പ്രതികാരം ചെയ്യാൻ ഇതിലും നല്ലൊരു സമയമില്ല. അതായിരുന്നു മൊസാദ് നെതന്യാഹുവിന് നൽകിയ സന്ദേശം. തുടർന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നെതന്യാഹു ഫോണിൽ വിളിച്ചു. ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിക്കുന്നതിന് 2 ദിവസം മുൻപ് ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിൻ്റെ വിശദാംശങ്ങളാണ് പുറത്തുവരുന്നത്. നെതന്യാഹു ട്രംപിന് വാക്കുകൊടുത്തു. ആക്രമിച്ച് തകർക്കാൻ പറ്റിയ സമയമാണിപ്പോൾ. ഇറാനോട് നമുക്ക് പ്രതികാരം ചെയ്യാം. തുടർന്ന് അവർ ഇരുവരും കൂട്ടായെടുത്ത തീരുമാനമാണ് ഫെബ്രുവരി 28-ന് തുടങ്ങിയ യുദ്ധം. ഇറാനെതിരെ ആക്രമണം തുടങ്ങുന്നതിന് 48 മണിക്കൂർ മുമ്പാണ് നെതന്യാഹു ട്രംപിനെ ഫോണിൽ വിളിച്ചത്. ഫോൺ കോൾ നടക്കുമ്പോൾ തന്നെ ഇറാനെതിരെയുള്ള സൈനിക നടപടിക്ക് ട്രംപ് തത്വത്തിൽ അംഗീകാരം നൽകി. നെതന്യാഹുവിന്റെ വാക്കു വിശ്വസിച്ചു തുടങ്ങിയ യുദ്ധം പിന്നീട് കൈവിട്ടു പോകുന്ന കാഴ്ചയാണ് ട്രംപിന് മുന്നിൽ. നെതന്യാഹുവിന്റെ വാക്കുകൾ ട്രംപിനെ എത്രത്തോളം സ്വാധീനിച്ചു എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് ഫെബ്രുവരി 28-ന് ആരംഭിച്ച യുദ്ധത്തിന്റെ ശൈലി. ആദ്യ ദിവസത്തിൽ അലി ഖമനേയി അടക്കം ഇറാന്റെ പരമോന്നത നേതാവും ഭരണകൂടത്തിലെ ഉന്നതരുമൊക്കെ ബോംബിങ്ങിൽ കൊല്ലപ്പെട്ടു. യുദ്ധം തുടങ്ങി 2 ദിവസം കൊണ്ട് ഇറാൻ വീഴും എന്ന് കണക്കുകൂട്ടിയിടത്താണ് അവർ ദിവസങ്ങളോളമായി ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത്. ആക്രമണങ്ങൾക്ക് താൽക്കാലികമായെങ്കിലും ഒരു ശമനമുണ്ടാകും. ഹോർമുസ് കടലിടുക്കിലൂടെ എണ്ണ വെസലുകൾ പുറത്തേക്ക് വരും എന്ന് കരുതിയിരിക്കവേ ഇപ്പോൾ ഇറാൻ തുടർന്ന് ആക്രമണങ്ങൾ നടത്തുന്നു. അതിശക്തമായ ആക്രമണങ്ങളുമായി ഇസ്രയേലും ഇറങ്ങി. രാജ്യത്തെ തങ്ങളുടെ 2 പ്രധാന ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ആക്രമണം നടത്തി എന്ന് ഇറാൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. ഇറാനിലെ വൈദ്യുത നിലയങ്ങൾക്കും ഊർജ്ജോൽപാദന കേന്ദ്രങ്ങൾക്കുമെതിരെ 5 ദിവസത്തേക്ക് യുദ്ധമില്ല എന്ന് ട്രംപ് പറഞ്ഞത് പാഴ്വാക്കായി. കരയുദ്ധം തുടങ്ങിയാൽ പേർഷ്യൻ ഉൾക്കടലിൽ വ്യാപകമായി മൈനുകൾ വിതയ്ക്കുമെന്ന് ഇറാൻ ഭയപ്പെടുത്തുന്നു. ഇത് സംഭവിച്ചാൽ ഹോർമുസ് വഴിയുള്ള ചരക്ക് നീക്കം പൂർണ്ണമായി നിലയ്ക്കും. കരയുദ്ധത്തിന് ഇപ്പോൾ പദ്ധതിയൊന്നുമില്ല എന്ന് ട്രംപ് പറയുന്നു. എന്നാൽ ഇസ്രയേലും കരയുദ്ധത്തെ പിന്തുണയ്ക്കുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധ സമാധാന കരാർ ഇസ്രായേലിന്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ളതാവുമെന്നാണ് നെതന്യാഹു പറഞ്ഞത്. ഇക്കാര്യം അമേരിക്കയോട് ഇസ്രായേൽ വ്യക്തമാക്കി കഴിഞ്ഞു. ഇറാൻ മിസൈൽ പദ്ധതിയും ആണവ പദ്ധതിയുമൊക്കെ പരമാവധി തകർത്തു എന്നാണ് ഇസ്രായേൽ പറയുന്നത്. എന്നാൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉപയോഗിച്ചുള്ള ഡേർട്ടി ബോംബ് ആക്രമണത്തെക്കുറിച്ച് നെതന്യാഹു നിശബ്ദനാണ്. എല്ലാ സാഹചര്യങ്ങളിലും ഞങ്ങളുടെ സുപ്രധാന താൽപ്പര്യങ്ങൾ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് നെതന്യാഹു പറയുന്നു. അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു വെടിനിർത്തൽ കരാറിൽ എത്തിച്ചേർന്നാലും
ഇസ്രയേലിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചില്ല എങ്കിൽ ഇസ്രയേൽ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങില്ല എന്ന സൂചനയാണ് നെതന്യാഹു നൽകുന്നത്. എന്നാൽ യുദ്ധം കൂടുതൽ രൂക്ഷമാകുന്ന ഒരു കാഴ്ച മറുവശത്ത്. ഒരു കാര്യം വ്യക്തമാണ്, അമേരിക്കയുടെ വാഗ്ദാനങ്ങൾ ഇറാൻ വിശ്വസിക്കുന്നില്ല. മധ്യസ്ഥർ എന്തു പറഞ്ഞാലും ട്രംപ് ഒരു താൽക്കാലിക പോസിന് ഇപ്പോൾ തയ്യാറായത് എണ്ണ വിതരണം സുഗമമാക്കാനാണ് എന്ന് ഇറാൻ കണക്കുകൂട്ടുന്നു. അതുകൊണ്ടാണ് അവർ അതിരൂക്ഷമായി ഇസ്രയേലിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും തിരിച്ചടിച്ചത്. ആ അടിക്ക് തിരിച്ചടി ഇസ്രയേൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.